പുലി വരുന്നേ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇതാ ഇപ്പൊ പുലി ഇറങ്ങിയിരിക്കുകയാണ്. പൂരനഗരിയായ തൃശ്ശൂർ ഉറപ്പിക്കാനായി പുലി ഇറങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നമ്മളിപ്പോൾ ഉള്ളത് പൂങ്കുന്നത്തെ സീതാറാം നിർദ്ദേശത്തിന്റെ പുലിക്കടയുടെ അവസാനഘട്ട മുൻപണിയിലാണ്. നാളത്തെ പുലികളാണ്. തൃശ്ശൂരിലെ 7 ദേശങ്ങളാണ് ഈ വട്ടം പുലിക്കളിക്ക് ഇറങ്ങിയിരിക്കുന്നത്. വർഷങ്ങളായിട്ട് പുലിക്കളിയിൽ പങ്കെടുക്കുകയും ഓരോ ഇനങ്ങളിലും എല്ലാ വർഷങ്ങളും സമ്മാനം വാങ്ങിക്കൂട്ടിയ പൂങ്കുന്നത്തെ സീതാറാം മിൽ ദേശത്തിന്റെ ടാബ്ലോയും നിശ്ചല ദൃശ്യങ്ങളും മേളവാദ്യങ്ങളും പുലിക്കളികളൊക്കെയാണ് ഓരോ ഘട്ടം ഘട്ടമായിട്ട് വരുന്നത്. അങ്ങനെ ഓരോ ദേശത്തിനും ആദ്യം ടാബ്ലോ വരും, നിശ്ചല ദൃശ്യം വരും, പുലിക്കളി വരും. അങ്ങനെ ഘട്ടം ഘട്ടം ഓരോരുത്തർക്കും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് കിട്ടിയിരിക്കുന്നത് 1ാമത്തെ നമ്പറാണ്. അപ്പോ ഇതിലെ സംഘാടകരായ ചേട്ടന്മാര് ഇവരുടെ ചമയം കാണാൻ പൂങ്കുന്നത്ത് പോയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞു തന്നിരുന്നു. വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ഇവർക്കാണ് നിശ്ചല ദൃശ്യത്തിൽ 2ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത്. പുലിക്കൊട്ടിലും 2ാം സ്ഥാനമാണ്. ഇതിലെ വിഷ്ണു നാരദനോട് എന്താ പറയണേന്ന് ഞാൻ ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. ഹേ നാരദ, ഇന്നലെ കൊടുത്ത താമര എത്ര പോരായിരുന്നു. ലക്ഷ്മി എന്നോട് പരിഭവം പറഞ്ഞിരുന്നു. നാരദൻ വിഷ്ണുവിനോട്, ക്ഷമിക്കൂ ദേവ, അടുത്ത വട്ടം ശരിയാക്കാം. ഇവരെന്താ സത്യത്തിൽ പറയുന്നറിയില്ല, പേഴ്സണൽ ടോക്സ് എന്ന് തോന്നുന്നുണ്ട്. അപ്പോ ഇത് അവരുടെ അടുത്ത ടാബ്ലോ തന്നെയാണ്. അതിന് പിന്നാലെ തന്നെ വാദ്യമേളങ്ങളും പുലിക്കൊട്ടൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഓരോ ദേശത്തിനും ഇതുപോലെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ആദ്യം അവരുടെ ടാബ്ലോ വരും, പിന്നെ നിശ്ചല ദൃശ്യം വരും, പിന്നെ പുലിക്കൊട്ട് വരും, പുലിക്കളി വരും. അങ്ങനെ ഘട്ടം ഘട്ടമായി ഓരോ ദേശങ്ങളാണ് വരുന്നത്. ഒരു കടൽ ഇത് മൊത്തം കേരളത്തിലെ ചാലിക സാധനങ്ങളെ കുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ മൊത്തം മകളുടെ ഇത് ബിജു ചേട്ടൻ. നേരത്തെ നമ്മൾ കണ്ടത് പുലിക്കളിയിൽ ഒരുപാട് ഫാൻസുള്ള പാലക്കാട്ടുകാരനായ ഉണ്ണിക്കണ്ണൻ ചേട്ടനാണ്. സീതാറാം നിർദ്ദേശത്തിലെ അഭിമാനമായ പെൺകുട്ടികളാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. വീണ്ടും വീണ്ടും എനർജി കൂടി വരാണല്ലേ. ഈ ആളുകൾ പുലിയാണെന്ന് പറയാതെ പുറത്തോട്ട് പുലിയായി ഇറങ്ങണമെന്നാണ് ഈ ദേശത്തിന്റെ പെൺപുലിയായ നിമിഷ പറയുന്നത്. ചേച്ചിയുടെ കൂടെ കൂട്ടിനെ ഒന്ന് അനിയത്തി ആവേശത്തിലെ ഇവിടെ വന്ന് താനും പുലിയാകെ ഇറങ്ങുകയാണെന്നാണ് പറയുന്നത്. ഇപ്പൊ രണ്ടൊരു ആവേശത്തിലാണ്. അപ്പൊ ഇതുപോലെ ഇനിയും പെൺപുലികൾ ഇറങ്ങണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് ശങ്കരൻകുളങ്ങരയുടെ ദേശത്തിന്റെ ടാബ്ലോ ആണ്. ഇത് വയനാട് ഉരുൾപൊട്ടലിൽ തങ്ങളെ ഉപദ്രവിക്കാതെ വഴിമാറി കാവൽ നിന്ന കാട്ടാനകളെ പറ്റി അമ്മൂമ്മ പറയുന്നത് നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ടാകും. അപ്പൊ അതിന്റെ ഒരു ദൃശ്യമാണ്. അതിന്റെ കൂടെ തന്നെ പുലിക്കളി വാദ്യമേളങ്ങളൊക്കെ വരുന്നിട്ടുണ്ട്. അപ്പൊ ഈ ദേശങ്ങളൊക്കെ അടുത്തടുത്തുള്ള ദേശങ്ങളോട്ടോ, അതാണ് പ്രത്യേകത. എല്ലാം പൂങ്കുന്നം സീതാറാം ദേശം, ശങ്കരകുളങ്ങര, പാട്ടരാക്കില്, കാനാട്ടുകര ദേശം, ഇവരൊക്കെ ഒരേ സർക്കിളിൽ വരാവുന്നതാണ്. അപ്പൊ ഇവരുടെ ഓരോ പുലിമടയിൽ ഞാൻ തലേദിവസം പോയിരുന്നു. അവരുടെ ചായം പെയിന്റിംഗ് ഒക്കെ നോക്കാനൊക്കെ ആയിട്ട് പോയിരുന്നു. രാവിലെയും പോയിരുന്നു. രാവിലെ തൊട്ട് തന്നെ അവരുടെ പെയിന്റ് അടിക്കുന്നത് തുടങ്ങും. രാവിലെ നേരത്തെ തുടങ്ങും. അപ്പൊ എല്ലാം ഒരേ സർക്കിളിലാണ്. ഇതിൽ വിയ്യൂർ ദേശം മാത്രമാണ് ഇത്തിരി നീങ്ങിയിട്ടുള്ളതായിട്ട് തോന്നിയത്. വിയ്യൂർ ദേശവും പാട്ടരാക്കൽ ദേശവും വടക്കേ സ്റ്റാൻഡ് വഴിയാണ്. മറ്റെല്ലാ ദേശങ്ങളും നടുവില്ലാൽ കൂടെയാണ് വരുന്നത്, അവർ കയറി വരുന്നത്.
അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകള്. പിന്നെ അയ്യന്തോൾ ദേശവും പിന്നെ പൂങ്കുന്നം ദേശം ഈ വട്ടം ഇറങ്ങുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവര് ആദ്യം വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ഇത് ക്യാൻസൽ ചെയ്തപ്പോൾ അവരെ ഫണ്ടൊക്കെ അവർ ആ ഇതിലോട്ട് കൊടുത്തു. പിന്നെ പല കവിത കാരണങ്ങളും ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് അയ്യന്തോൾ ദേശം പൂങ്കുന്നം ദേശം ഈ കുറി പുലിക്കളിക്ക് ഇറങ്ങുന്നില്ല. അതെന്നെ ഇത്തിരി നിരാശയാക്കി. ഞാൻ എല്ലാ കൊല്ലം പോവാറൊന്നുമില്ല, ടി വിയിൽ കാണാറുള്ളൂ. ഈ കൊല്ലാണ്, കുറെ കൊല്ലങ്ങൾക്ക് മുന്നിലാണ്. ഇത് MP ആയ സുരേഷ് ഗോപി വന്നപ്പോഴുള്ള വീഡിയോ ആണ്. നടുവിലാല് മേയറാണ് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുക. നടുവിലാല് വടക്കുന്നാന്റെ പടിഞ്ഞാറ് നടയിലുള്ള ഗണപതി കോവിലിന്റെ അവിടെ തേങ്ങ ഉടച്ചിട്ടാണ് എല്ലാ സംഘങ്ങളും തുടങ്ങാം. ഇത് ചക്കാമുക്ക് ദേശമാണ്, അവരുടെ ഒരു ടാബ്ലോ ആണത്. പിന്നെ ഇതിൽ ഓരോ സംഘത്തിലും 31 മുതൽ 51 വരെ പുലികളുണ്ട്. അങ്ങനെ 400-ലധികം പുലികളുണ്ട് മൊത്തം. എല്ലാവർക്കും സെപ്പറേറ്റ് വാദ്യമേളങ്ങളും പുലിക്കൊട്ടുകളും ഇതിനൊക്കെ ഓരോ ഇനത്തിനും പ്രൈസ് ഉണ്ട്. പുലിക്കൊട്ട്, വാദ്യമേളം, ടാബ്ലോ, നിശ്ചല ദൃശ്യം, പുലിക്കളി. ഇത് ചക്കാമുക്ക് ദേശമാണ്. ഇതിൽ വിയ്യൂർ ദേശവും പാട്ടയാക്കൽ ദേശം മാത്രമാണ് സെപ്പറേറ്റ് വഴിക്കൂടെ വരുന്നത്. ബാക്കി എല്ലാവരും ഇതാണ്. ഇത് ചക്കാമുക്ക് ദേശത്തിന്റെ ഹനുമാൻ ആ വയറുകൾ ഉള്ളതുകൊണ്ട് താഴ്ത്തിയിട്ടാണ് വരുന്നത്. ഇത് കാനാട്ടുകര ദേശമാണ്. ഈ നിശ്ചല ദൃശ്യത്തിൽ ഇവർക്കാണ് 1ാം സ്ഥാനം കിട്ടിയത്. പുലിക്കൊട്ടില് 2ാം സ്ഥാനവും. വർത്തമാനം, ഭാവി, ഭൂതകാലത്തെ ആസ്പദമാക്കിയിട്ടുള്ള നിശ്ചല ദൃശ്യമാണ് 1ാം സ്ഥാനം കിട്ടിയതാണ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മരത്തിന്റെ അടിയിലിരിക്കുന്ന മുത്തശ്ശിയുടെ അപ്പുറത്ത്, സൂക്ഷിച്ച് നോക്കിയാണ്, മുത്തശ്ശിയുടെ അപ്പുറത്തെ സൈഡിലിരിക്കുന്ന അമ്മച്ചിയാണ്. കണ്ണിമ വെട്ടാതെ എന്ത് ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നാണ് ഞാൻ പുലിക്കളിക്ക് വന്നിട്ടുള്ളത്. ഒരു തൃശ്ശൂർക്കാരിയായിട്ടും പോകാൻ പറ്റാത്തതിന് കാരണം സ്ത്രീകൾക്ക് അനുകൂലമല്ലാത്ത സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ്. തിക്കും തിരക്കിലിറങ്ങി റോഡിൽ ഇറങ്ങി നിന്നാലേ ശരിക്കും കാണാൻ പറ്റുള്ളൂ. എന്നാൽ ഇന്ന് ചെറിയ കുട്ടികളടക്കം ഒരുപാട് സ്ത്രീകൾ വരുന്നുണ്ടെങ്കിൽ അടുത്ത് നിന്ന് ശരിക്കും കാണാൻ പറ്റിയവർ വളരെ വിരളാണ്. ഇത് വിയ്യൂർ യുവജന സംഘത്തിന്റെയാണ്. വിയ്യൂരിന് തന്നെ 2 സംഘങ്ങളുണ്ട്, വിയ്യൂർ ദേശം എന്നും വിയ്യൂർ യുവജന സംഘം എന്നും. ടോട്ടൽ എല്ലാം കൂടി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റോടെ 1ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് ഈ വിയ്യൂർ ദേശ യുവജന സംഘത്തിനാണ്. ഈ ടാബ്ലോന് ഫസ്റ്റ് കിട്ടി, പുലിക്കൊട്ടിൽ 1ാം സ്ഥാനം കിട്ടി, പിന്നെ 2ാം സ്ഥാനങ്ങള് കിട്ടിയിട്ടുണ്ട് പല കാര്യങ്ങളിലും. പിന്നെ 2ാമത് ടോട്ടലി വരുന്നത് കാനാട്ടുകര, നമ്മൾ നേരത്തെ കണ്ടത്. 3ാം സ്ഥാനം സീതാറാം മിൽദേശം, നമ്മൾ ഇന്റർവ്യൂവിലെ ചെറിയൊരു രീതിയിൽ ഇതൊക്കെ നടത്തിയ അവർക്കാണ് 3ാം സ്ഥാനം കിട്ടിയത്. ഇതാണ് വിയ്യൂർ യുവജന സംഘം.
വിയ്യൂർ ദേശത്തിന്റെ ദേശ യുവജന സംഘവും ഈ വിയ്യൂർ ദേശം സെപ്പറേറ്റ് സംഘങ്ങളാണ്, സെപ്പറേറ്റ് ദേശങ്ങളാണ്, കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് വിയ്യൂർ ദേശത്തിന്റെ ടാബ്ലോ, നിശ്ചല ദൃശ്യങ്ങളും മേളവാദ്യങ്ങളും പുലിക്കളിയൊക്കെയാണ് വരുന്നത്. അപ്പൊ വിയ്യൂർ യുവജന സംഘത്തിനാണ് 1ാം സ്ഥാനം കിട്ടിയത് മൊത്തത്തില്. പിന്നെ 2ാം സ്ഥാനം കാനാട്ടുകര. ഇനി പുലിക്കൊട്ടില് 3ാം സ്ഥാനം കാനാട്ടുകരയ്ക്കാണ്. അങ്ങനെ മൊത്തത്തിൽ പല സംഘങ്ങൾക്കും പല പ്രൈസുകൾ കിട്ടിയിട്ടുണ്ട്. ഇത് കോമൺ ആയിട്ടുള്ള പ്രൈസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വിയ്യൂർ യുവജന സംഘം, പിന്നെ കാനാട്ടുകര, പിന്നെ സീതാറാം മെൽദേശാണ് 3ാമത് വന്നത്. അപ്പൊ തിരുവോണം കഴിയുമ്പോൾ തന്നെ ചായ മരക്കിലോട്ട് എല്ലാ സംഘങ്ങളും കടക്കും. പണ്ട് ഇനാമൽ പെയിന്റ് ആയിരുന്നു, ഇന്ന് ഗൊറില്ല പൗഡറും വാർണിഷും യൂസ് ചെയ്തിട്ടാണ് ഇവർ ഉണ്ടാക്കുന്നത്. ചിലരൊക്കെ ഓയിൽ യൂസ് ചെയ്തിട്ട് പെയിന്റ് അടിക്കണേക്കാളും മുന്നേ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അത്തരം ഓയിൽ യൂസ് ചെയ്തിട്ട് വരുന്നവർക്ക് പെയിന്റ് അടിച്ചിട്ട് അത് സ്കിന്ന് ഡ്രൈ ആവാനായിട്ട് കുറച്ച് സമയം പിടിക്കാറുണ്ടെന്നാണ് ചമയങ്ങളിൽ പുലിമടയിൽ പോയപ്പോൾ അവർ പറയുന്നത്. ഇത് അവരുടെ നിശ്ചല ദൃശ്യങ്ങളാട്ടോ വിയ്യൂർ ദേശത്തിന്റെ. അപ്പൊ വരകളിലും വേഷവിധാനങ്ങളിലും നഖം, ചെരുപ്പ്, കൈ എന്നിങ്ങനെ ഓരോ കാര്യങ്ങളിലും ഓരോ സംഘത്തിലും ഓരോ കൊല്ലങ്ങളിൽ സർപ്രൈസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് കാണിച്ച സീതാറാം മിൽദേശല്ലേ, അവരാണ് ആദ്യമായിട്ട് പുലിക്കുള്ള ഒരു ചെരുപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കഴിഞ്ഞ കൊല്ലം. അങ്ങനെ കുറെ പ്രത്യേകതകളുണ്ട്. ഇത് പാട്ടുരാക്കൽ ദേശമാണ്. ഇതൊക്കെ ഈ പൂങ്കുന്നം, സീതാറാമിൽ ദേശം, കാനാട്ടുകര, ചക്കാമുക്ക് ഇവരൊക്കെ അടുത്തടുത്ത് വരുന്ന ദേശങ്ങളാട്ടോ. ഇത് പാട്ടുരാക്കൽ ദേശത്തിന്റെ നിശ്ചല ദൃശ്യം, ടാബ്ലോ ഇതൊക്കെ വരുന്നത് പുലിക്കളിയുടെ ലാസ്റ്റ് ഭാഗം ആകാറായി. അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് എത്തുമ്പോൾ പുലികളൊക്കെ ഇത്തിരി ക്ഷീണത്തിലായിരിക്കും പോകുന്നുണ്ടാവുക. കാരണം ഇത് റൗണ്ടിന്റെ ലാസ്റ്റ് ഭാഗത്ത് എത്തി, നമ്മളിപ്പോ ലാസ്റ്റ് ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഓരോ കൊല്ലം ഓരോ സർപ്രൈസുകൾ ഉണ്ട്. പണ്ട് മുസ്ലിം സമുദായത്തിലെ പട്ടാണി വിഭാഗത്തിന്റെ പഞ്ച് ടൈക്കിംഗ് സെറമണി ആയിട്ട് സാദൃശ്യം ഉണ്ടായിരുന്നു. 200 വർഷം മുമ്പ് 4ാം ഓണത്തിനാണ് ശക്തൻ തമ്പുരാൻ ഈ പുലിക്കളിക്ക് തുടക്കമിട്ടതെന്നാണ് പറയുന്നത് കണക്കുകള്. പുലിക്കളിയുടെ അന്ന് പുലർച്ചെ തന്നെ പുലിക്കളിയുടെ ഒരുക്കങ്ങളൊക്കെ ആരംഭിക്കും. നമ്മളിപ്പോൾ ഉള്ളത് പൂങ്കുന്നത്തുള്ള സീതാറാം മിൽദേശത്തിന്റെ പുലിച്ചമയ പ്രദർശനത്തിലാണ്. ഇത് നമ്മൾ സീതാറാം മിൽദേശത്തിന്റെ തലേദിവസം, പുലിക്കളിയുടെ തലേദിവസം അവർ ചമയ പ്രദർശനം വെച്ചിട്ടുണ്ട്. പുലിക്കളിയുടെ അവിടെ പോയിട്ട് എടുത്ത ഷൂട്ടേജ് ആണ്. നമ്മൾ കല്യാണരാമനൊക്കെ കേട്ടിരിക്കും, നമ്മുടെ കല്യാൺ സിൽക്സിന്റെ അവരുടെ വീടിന്റെ ഒക്കെ അടുത്താണ്. അവിടെ ഒരു പണ്ട് സീതാറാം മില്ല് ഉണ്ടായിരുന്നു, ആ ദേശക്കാരാണത്. പൂങ്കുന്നം ദേശം എന്ന് പറഞ്ഞത് ഇതൊക്കെ പൂങ്കുന്നത്തുള്ളതാണ്. പക്ഷെ പൂങ്കുന്നം ദേശം എന്ന് പറഞ്ഞ് പറയാൻ സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ അവർ ഈ വട്ടം പുലിക്കളിക്ക് ഇറങ്ങണില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് ദേശത്തിന്റെ ചമയ പ്രദർശനം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഇത് ചക്കാമുക്ക് ദേശത്തിൻ്റെതാണ്. പിന്നെ ശങ്കരൻകുളങ്ങര, ഇത് ശങ്കരൻകുളങ്ങര ദേശത്തിന്റെ പുലിച്ചമയ പ്രദർശനമാണ്. അവരുടെ പുലിമടയിൽ പോയിട്ടാണ് തലേദിവസമാണ് വെക്കുന്നത്. ഇതവരെ ചായ മരക്കലാണ്. ഇപ്പൊ തിരുവോണം കഴിഞ്ഞ് 2 ദിവസം, അതായത് തലേ ദിവസമാണ് ചിലർ ചായ അരക്കിയത്. ശങ്കരൻകുളങ്ങരയുടെയാണ്. ഉച്ചയ്ക്ക് തന്നെ ഇവിടുന്ന് ദേശങ്ങളിൽ നിന്ന് പുലികൾ പുറപ്പെടുമെങ്കിലും സ്വരാജ് റൗണ്ടിൽ ഇവരെത്തുമ്പോൾ 5 മണിയാകും. എല്ലാ സംഘങ്ങളും ഒരു പ്രാർത്ഥനയൊക്കെ തുടങ്ങിയിട്ടാണ്, ഒരു വിശ്വാസപ്രകാരമാണ് ഇവർ അരക്കിലൊക്കെ തുടങ്ങുക. അങ്ങനെ അരച്ച് പിറ്റേ ദിവസം ആവുമ്പോൾ അരച്ച് കഴിഞ്ഞ് ആ പെയിന്റ് രാവിലെ തൊട്ട് അടിച്ച് ഇവർ ഉച്ചയ്ക്ക് പുറപ്പെടും ഇവരുടെ ദേശങ്ങളിൽ നിന്ന്. പക്ഷെ സ്വരാജ് റൗണ്ടിൽ എത്തുമ്പോൾ 5 മണിയാകും എല്ലാ സംഘങ്ങളും. ഇതിപ്പോ ശങ്കരൻകുളങ്ങരയിലെ ഷൂട്ടേജ് ആണ് കേട്ടോ. അപ്പൊ കൊട്ടി കയറുന്ന പുലിത്താളത്തിനൊത്ത് ചുവട് വെച്ച് അരമണിയൊക്കെ കിലുക്കി ഉടലും കുംഭവയറൊക്കെ ഇളക്കി ആർത്താണ് പുലികൾ എത്തുന്നത്. അപ്പൊ ഈ പുലിക്കളിക്ക് തന്നെ സെപ്പറേറ്റ് പ്രൈസ് ഉണ്ട്, പുലിക്കളിക്കും സെപ്പറേറ്റ് പ്രൈസ് ഉണ്ട്, പുലിവാദ്യങ്ങൾക്കുണ്ട്. ഓരോ സംഘത്തിനും ഓരോ കാറ്റഗറി ആയിട്ട്. ഇത് നമ്മള് പൂങ്കുന്നം സീതാറാം മിൽദേശത്തിന്റെ അവിടേക്ക് വീണ്ടും പോയി. അവരുടെ ഫസ്റ്റ് കാണിച്ചത് അവരുടെ ചമയ പ്രദർശനമാണ്. അവരുടെ പുലിമടയിലോട്ട് വന്ന്, പുലിമടയിൽ നിന്ന് അവരുടെ മേളവാദ്യങ്ങളായിട്ട് വന്ന് പുലിമടയിലോട്ട് എത്തി അവര് പൂജയൊക്കെ കഴിച്ചിട്ടാണ് അവർ അരയ്ക്കാൻ തുടങ്ങുന്നത്. അപ്പൊ അവിടുത്തെ ഒരു ദൃശ്യങ്ങളാണ്. ആർപ്പ് വിളികളായിട്ടാണ് ഇവർ അരയ്ക്കാൻ തുടങ്ങുക. നേരത്തെ കാണിച്ചത് ശങ്കരൻകുളങ്ങരയുടെ ആ ഒരു അരക്കലിന്റെ ഇതിനാണ്. ഇത് സീതാറാം മിൽദേശത്തിന് അവർ പൂജയൊക്കെ ചെയ്ത് അരയ്ക്കാൻ പോവാണ്. അപ്പൊ ആർപ്പ് വിളികളായിട്ട് ഭയങ്കര ആവേശത്തിലാണ് ഓരോ ദേശക്കാരും. ഇത് സീതാറാം മിൽദേശം. കോർപ്പറേഷൻ സഹായം കൂടാതെ തന്നെ പ്രൈവറ്റ് ആയിട്ട് ഒരുപാട് പേര് അടുത്ത കൊല്ലം ഫണ്ട് നൽകി ഇവർ ഇതിലും വിപുലീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത പുലിക്കളിക്കായിട്ട് നമുക്ക് കാത്തിരിക്കും. ഒരുപാട് സർപ്രൈസുകൾ എല്ലാ ദേശത്തിനും തരാനാകട്ടെ. ഇത് പൂങ്കുന്നം സീതാറാം മിൽദേശാണ്. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് താങ്ക് യു.